തള്ളു രംഗത്ത് കൊണ്ടുവരണം. എനിക്കതാണ് തള്ളന്റെ വായി. ഇപ്പൊ ഇറ്റ്സ് മീ കൈസിന് തള്ള വിളിച്ച് പറഞ്ഞ പച്ച കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ കളവി. അതല്ലാണ്ട് ഇപ്പൊ ഇമ്മാന്റെ അനിയത്തിയും ബാക്കിയുള്ളവരൊക്കെ രംഗത്ത് വരട്ടെ. അവരുടെ ചാനലിലൂടെ രംഗത്ത് വന്നിട്ട് സംസാരിക്കണം. എനിക്ക് ഈ ഷാജിക്ക് കേൾക്കണം. ഷാജി കേൾക്കും, പറയട്ടെ. അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ. അതിനു വേണ്ടി വെയിറ്റിംഗിലാണ്. നന്ദിയില്ലാത്ത വർഗങ്ങൾ പറഞ്ഞാൽ ഇതാണ്. പെരന്തല്ലി പറഞ്ഞു മേനപ്പല്ലേ ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല. മറ്റു ചെറിയ മക്കൾക്ക് തുണി പൊക്കി കാണിച്ചത് എന്റെ മോനുള്ളപ്പോ തുണി പൊക്കി കാണിച്ചാൽ എനിക്കത് പറ്റില്ല. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി അടിച്ചു വിട്ടതല്ല, അതായിട്ട് ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് വക്കാലത്തും കൊണ്ട് ആരും ഈ വഴിക്ക് വരരുത്. വക്കാലത്തുകൊണ്ട് വരേ ചെയ്യണ്ട. അത്രയ്ക്ക് പൊള്ളിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആരവന്മാരാണോ ആർക്കാണോ വേണ്ടത് കൊണ്ടുപോയി നോക്കുക. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ അത്താനെ ആട്ടിവിട്ട് പ്രാന്തനെ പോലെ നടക്കുന്നുണ്ട്. അപ്പൊ അത് അള്ളനും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ എനിക്ക് ആവശ്യമില്ല. പിന്നെ പൊള്ളണവർക്ക് പൊള്ളിയിട്ട് അവിടെ നിൽക്കുക ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് ആരിറക്കി വിടിച്ചു? തള്ളന്റെ വീട് തള്ളക്ക് എപ്പോ വേണമെങ്കിലും വരാ പോവാ. ആരും തള്ള വരാത്തത് എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തത് എന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ എന്താ ഈ കുട്ടിനെയാണ് വെട്ടാൻ നിന്നത്. ഇവന്റെ ഒക്കെ മുഖത്ത് നോക്കണ്ടേ പറഞ്ഞിട്ടാണ്. അനിയത്തിനോട് സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ. അനിയത്തിന്റെ മക്കളും അനിയത്തിയും എല്ലാവരും കള്ളന്മാരും എന്റെ പൈസയും വാങ്ങിയിട്ട് പൈസ വാങ്ങിയത് പിന്നെ 1 ലക്ഷം ഉറുപ്പ്യ വാങ്ങിയത് എനിക്ക് 1 ലക്ഷം ഉറുപ്പ്യ വാങ്ങിയിട്ട് സ്റ്റേഷനിൽ നിന്ന് 10,000 ഉറുപ്പ്യ ആദ്യം തന്നു. പിന്നെ പൈസ തരാൻ പിന്നെ അവന് ആ വഴിക്ക് വന്നിട്ടില്ല. അവന്റെ എങ്ങനെ പൈസ മേടിക്കാന്ന് നന്നായിട്ട് അറിയാം. അപ്പൊ അവന്റെ അനിയനും ബാക്കിയുള്ളവരും ഈ പറയുന്ന എളാമയൊക്കെ കൂടിയിട്ട് അവൻ ഗൾഫ് നാട് കാണാൻ കാരണക്കാരിയായി ഞാനാണ്. എന്റെ പൈസയാണ് കൊടുത്തിരിക്കുന്നത്. ആ പൈസ എന്റെ കയ്യിൽ കിട്ടണവരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പൊള്ളണ അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നോക്കുക. എനിക്ക് ആവശ്യമില്ല. ഞാൻ 2 കൊല്ലം നല്ല അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട്. ആ 2 കൊല്ലം നല്ല അന്തസ്സായിട്ട് ഇവിടെ തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്റെ മക്കളെയും കാണിച്ചതാണ്. അതിന് എനിക്ക് ആവശ്യമില്ല. എന്റെ അനിയത്തിമാരെ എനിക്ക് ആവശ്യമില്ല. എന്റെ ഉമ്മാനെ ആവശ്യമില്ല എന്ന് തന്നെ പറയുള്ളൂ. എനിക്ക് 10-15 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ജന്തുക്കളാണ്. തിന്നാനും ഞങ്ങളുടെ കാശ് വാങ്ങി എന്റെ ഇക്കാന്റെ കാശ് വാങ്ങി മുടിപ്പിക്കാനുണ്ടായ ജന്മങ്ങളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ഈ വീട് എന്ന് പറയുന്നത് തള്ളന്റെ മാത്രം സ്വത്ത് മുതലൊന്നല്ല. എന്റെ അത്താന്റെ കൂടി പേർക്കുള്ള മുതലാണ്. ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ അത്തയും കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ്. അതുകൊണ്ട് ഈ വീട് എനിക്കും എന്റെ മക്കൾക്കും അവകാശം. ഞാനാണ് ഫസ്റ്റ് ആ തള്ളനെ ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തള്ളക്ക് അവകാശം ഈ പറയുന്ന 2 താഴെയുള്ളവന്മാർക്ക് അവകാശമുള്ളൂ. ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് പറഞ്ഞിട്ട് ഒരുത്തനെ ഞങ്ങൾക്ക് വിളിക്കണ്ട. ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഉമ്മാനെ പുറന്തണ്ണി ഉമ്മാനെ ഇതാക്കി പറഞ്ഞോളൂ നേരാവില്ല. ആണോ? നേരാവണ്ടേ? ഞാൻ എന്റെ മക്കൾ അന്തസ്സായി ജീവിക്കണ്ടേ. പിന്നെ ഉമ്മാനെ നോക്കിയില്ല. ഉമ്മാനെ നോക്കാത്തവള് ഞാനേ എന്റെ കെട്ടിയോ മരിച്ചിട്ടേ 2 കൊല്ലം ഇതിന്റെ ഉള്ളില് നക്കിയിട്ട് തുപ്പാ വഴിയില്ലാണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന തള്ളന്റെ മക്കളൊന്നും അല്ല എനിക്ക് കൊണ്ടു തന്നിരിക്കണേ. എന്റെ ഫ്രണ്ട്സുകളെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഇന്നും എന്റെ ഇക്ക മരിക്കുമ്പോഴും ഇന്നും എന്റെ ഫ്രണ്ട്സുകളാണ് ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത്. എന്റെ ഫ്രണ്ട്സുകൾ എന്നെ തന്നത്. പിന്നെ എന്നെ കെട്ടിയേറ്റ് കൊണ്ടുപോയി നോക്കി വയ്യാണ്ടിരിക്കുമ്പോ കൊണ്ടുപോയി നോക്കിയിട്ട് എന്റെ അക്കൗണ്ടിൽ 40,000 50,000 കാശുള്ളതുകൊണ്ട് മാത്രമാണ് കൊണ്ടു നോക്കി. അപ്പൊ വിചാരിക്കും നിന്റെ അക്കൗണ്ടിൽ എങ്ങനെയടി ഇങ്ങനെ പൈസ വന്ന്? എന്റെ അക്കൗണ്ടിൽ ഞാൻ പണ്ട് മുതലേ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒരാളാണ്. ഞാൻ പണ്ട് മുതലേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഏർണിങ്സ് തന്നെ ഒരു 25,000 സബ്സ്ക്രൈബ് ആയപ്പോ തന്നെ എനിക്ക് ഫസ്റ്റ് കുറച്ച് ഏർണിങ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ഏർണിങ്സ് ഒരു മാസം വരുന്ന ഏർണിങ്സ് ഞാൻ ചേർത്ത് വെച്ച പൈസയാണ് അവനിക്ക് കൊടുത്ത 1 ലക്ഷം ഉറുപ്പ്യ. അത് പോരാണ്ട് എന്താണ് ഞാൻ ഈ തള്ളക്ക് ഉണ്ടാക്കി കൊടുത്ത മുതല് വേറുള്ളത് ഈ വീട്ടിൽ ഞാൻ എന്താ ചെയ്യാത്തെന്ന് ആ തള്ള പറയട്ടെ. എന്താണ് അനിയത്തിന്റെ മകൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. തള്ള പറയട്ടെ തള്ളക്ക് ഞാൻ എന്താ ചെയ്തു കൊടുക്കാത്ത. തള്ളന്റെ മക്കൾ ഇവിടെ വന്നിരുന്ന ആരാണ് ചെയ്തു കൊടുക്കുന്നത്? 2 കൊല്ലം തള്ള പണിക്ക് പോവാൻ വയ്യാണ്ടും വേറുള്ളതും നോക്കിയിട്ടുണ്ടായിരുന്നേ ഞാനാണ്. അതുപോലെ ഇവിടെ പനിച്ച് 10-15 ദിവസം ചത്തിട്ട് കടന്നപ്പോ ഞാനാണ് വലിച്ചിട്ട് കൊണ്ടുപോയി ഞാനാ നോക്കിയത്. അതിനുള്ളൊക്കെ ഉപകാരം എനിക്ക് തന്നതാണ് ഈ പറയുന്ന തള്ളി അനിയത്തിമാരും. അപ്പൊ വരുമ്പോ ഈ 2 കൊല്ലം ഞാൻ ഈ ഇക്ക മരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നതിന്റെ ഇടയിൽ വന്ന് 10-15 ദിവസം ഇരുന്നിട്ട് പോകുമ്പോൾ എന്റെയാണ് തിന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ് തിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാനുള്ളത് കൂടപ്പിറപ്പുകളല്ലേ അനിയത്തി, അത് തിരിച്ചും സ്നേഹം വേണം. അങ്ങോട്ട് മാത്രം പിടുങ്ങാൻ മാത്രം സ്നേഹം ഉണ്ടായ പോരാ. തിരിച്ച് ഇങ്ങോട്ട് മകൾക്ക് സ്നേഹം അനിയത്തിമാര് സ്നേഹം തന്നാൽ തന്നെയാണ് കൂടപ്പിറപ്പുകൾക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരുത്തന്റെ ചെലവിലല്ല ഞാൻ കഴിയണത്. അതുകൊണ്ട് ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട, വേറുള്ളത് ചെയ്യണ്ട. എനിക്ക് അറിയും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയും. ഞാൻ അനുഭവിച്ച അവളുമാർക്കേ അറിയുള്ളൂ.
എനിക്ക് എന്റെ ഇക്ക പോയപ്പോൾ ഞാൻ അവിടെ നിങ്ങളുടെ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാരോ നിങ്ങൾ ഈ തൊലിക്കുന്ന തൊലിച്ചുകൾക്ക് എല്ലാം അറിയാം. എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് എന്റെ കഷ്ടം എനിക്ക് എന്റെ മക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കാൻ വരണ്ട. പിന്നെ അവന്റെ അക്കൗണ്ടിൽ അവൻ വീഡിയോസ് ഇടുന്നതിന്റെ അക്കൗണ്ടിൽ തള്ളനെ കൊണ്ടുവന്ന തള്ള വരട്ടെ, രംഗത്ത് തള്ള വന്നിട്ട് പറയട്ടെ. ഇല്ലെങ്കിൽ എന്റെ തെളിവുണ്ടേ, ഞാൻ തള്ളക്ക് ചെയ്തു കൊടുത്തേന്, ഞാൻ ഗോൾഡ് 10,70,000 രൂപന്റെ ഗോൾഡ് കൊടുത്തേനും വേറുള്ളതിനും ഞാൻ ഈ 2 കൊല്ലം ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുള്ള തെളിവൊക്കെ എന്റെ ഫോണ്, ഗൂഗിൾ പേ, അതുപോലെ തന്നെ അവനിക്ക് കൊടുത്ത പൈസന്റെ ഗൂഗിൾ പേ 1,00,000 റുപ്യ കൊടുത്തിട്ട് അവൻ ബാക്കി ഡ്രസ്സ് എടുക്കാൻ കൂടെ പോയത്, അവന്റെ കൂടെ കൊച്ചിക്ക് ഞാൻ എയർപോർട്ടിലേക്ക് പോയത്, അവന്റെ ഏജന്റ് ഷാജിയേട്ടനാണ്. അയാൾക്ക് പൈസ കൊടുത്തത് അയാളുടെ ഞാൻ കോണ്ടാക്ട് ചെയ്തത്, അയാൾക്കാണ് ഞാൻ പൈസ കൊടുത്തിരിക്കുന്നത്. ആ പൈസന്റെ കണക്ക് എല്ലാം എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ കൊണയന്മാരുടെ അടുത്ത് എനിക്ക് പറയാളോ, എന്നാടാ നിങ്ങൾക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടായത്? ഷാജിനെ വെച്ച് മുതലാക്കിയിട്ടല്ലേ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടായത്? ഷാജിന്റെ തിന്നിട്ടല്ലേ നീ ഗൾഫ് പോയിട്ട് ഉണ്ടായത്? നീ ഗൾഫിലേക്ക് പോണേ ചത്തിട്ട് കിടന്നിട്ട് ഞാൻ സഹായിച്ചതാണ്. അപ്പൊ ഈ കൊണയന്മാരുടെ അടുത്ത് എനിക്ക് പറയാളോ, എന്നാടാ നിങ്ങൾക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടായത്? ഷാജിനെ വെച്ച് മുതലാക്കിയിട്ടല്ലേ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടായത്? ഷാജിന്റെ തിന്നിട്ടല്ലേ നീ ഗൾഫ് പോയിട്ട് ഉണ്ടായത്? നീ ഗൾഫിലേക്ക് പോണേ ചത്തിട്ട് കിടന്നിട്ട് ഞാൻ സഹായിച്ചതാണ്. ഞാൻ 2 കൊല്ലം ഇവിടെ എന്റെ ഒക്കെ മരിച്ചിട്ടിരിക്കുമ്പോൾ 10 റുപ്യന്റെ മുട്ടായി വാങ്ങി തരാത്ത ചവങ്ങളാണ്. എന്നിട്ട് എന്റെ അളാമ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ആരാന്റെ പാത്രം മോറാൻ പോവല്ലേ? 10, 22, 23 വയസ്സായ ചെക്കന്മാരാണ്. എന്നിട്ട് ഒന്നും ചെയ്യില്ലടി ഷാജി എന്ന് പറഞ്ഞ് കരയുമ്പോ ഞാൻ ചെയ്തു കൊടുത്തതാണ് ഉപകാരത്തിന് വേണ്ടിട്ട്. പോയി നേരാവട്ടെ, നേരാവണയിലൂടെ എന്റെ അളാമയാണല്ലോ നേരാവണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്താണ്. അതിനെനിക്ക് അണ്ണാക്കിൽ തന്നതാണ് അവന്മാര്. ഈ അവന്മാര് ഈ കൊണയന്മാരൊന്നും അല്ല. താന്തനും തള്ളനും നോക്കാണ്ടും കിട്ടുന്ന പൈസക്ക് വണ്ടി എടുത്തിട്ടും വേറുള്ളത് ചെയ്തിട്ടും ബാക്കിയുള്ളത് ചെയ്തിട്ടും നടക്കുന്ന തെണ്ടികളാണ്. അവന്റെ ഉമ്മ സാക്ഷിയാണ്. അവന്റെ ഉമ്മ പറയണ എന്റെ അടുത്ത് റെക്കോർഡുണ്ട്. അവന്റെ ഉമ്മ വന്ന് കരയണ റെക്കോർഡുണ്ട്. അപ്പൊ എനിക്ക് അവന്റെ ഉമ്മ എന്താ രംഗത്ത് വരാത്ത? അവന്റെ ഉമ്മയും അവന്റെ മൂത്തുമ്മയും ബാക്കിയുള്ളവരൊക്കെ രംഗത്ത് വരട്ടെ, വന്ന് സംസാരിക്കട്ടെ. എനിക്കെതിരെ വന്ന് സംസാരിക്കട്ടെ. എനിക്കത് കാണണം. ഞാൻ എന്താ ചെയ്യാത്തെന്ന് എന്റെ അളാമി എന്തിന് കീറി തുണി കൊടുക്കാല്ലാണ്ട് ഞാനാണ് തുണി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനാണ് 2 കൊല്ലം അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവന്റെ തന്തന്റെ കയ്യിൽ പൈസ ഞാൻ വരുമ്പോ അവന്റെ തന്തന്റെ കയ്യിൽ പൈസ കൊടുക്കും. ഈ തള്ളന്റെ കയ്യിൽ അളാമ ചോദിക്കുമ്പോ ഞാൻ പൈസ കൊടുക്കും. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഇവന്മാര് ഈ കൊണയന്മാരൊന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവന്റെ അമ്മ പാത്രം കഴുകാൻ പോണ്ട്. ആരാന്റെ പാത്രം കഴുകാൻ പോവരുതേ എന്ന് പറഞ്ഞിട്ടാണ് ആ ചെക്കനെ ഞാൻ ഗൾഫിലേക്ക് പറഞ്ഞയക്കാൻ കാരണം. എന്നിട്ട് എല്ലാവന്മാരും എന്റെ നെഞ്ഞത്ത് എന്റെയൊക്കെ മരിച്ചപ്പോൾ ഒരുത്തനെ എന്നെ സഹായിച്ചിട്ടില്ല. നമ്മൾ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്റെ ഇക്കുള്ള കാലത്തും ആ ചെക്കനെ മൂത്ത ചെക്കനെ ഗൾഫിലേക്ക് അവനെ കോയമ്പത്തൂർ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ ഇക്ക നോക്കിയിട്ടുണ്ട്. അന്ന് അവനിക്ക് പൈസ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ശേഷം അവന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യാത്തത്? 10, 15, 16 കൊല്ലായിട്ട് ഷാജിന്റെ കെട്ടിനോ അന്നസായി എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചെയ്തിട്ടില്ല ഞാനാണ്. എന്നിട്ട് ഈ യൂട്യൂബ് ചാനലും കൊണ്ട് കൊണവന്മാരെ എന്റെ പേരും പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ പേരും പറഞ്ഞിട്ടാണ് നേരായിട്ട് നടക്കുന്നത്. അത്ര വലിയ പുണ്യാളന്മാരൊന്നല്ല. നെല്ലിക്കാട് നാട്ടിൽ വന്ന് അന്വേഷിച്ചറിയാ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അറിയണ്ട ഒരു നേരെ നെല്ലിക്കാട് നാട്ടിൽ വരിക, എന്താ അവന്മാരുടെ ഗുണങ്ങൾ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, നാട്ടിലില്ലാത്ത കടങ്ങളില്ല. ഇതൊക്കെ ആ തള്ള കരഞ്ഞിട്ടാണ് നടക്കുന്നത്. ആ തള്ളന്റെ കരച്ചിൽ കാണാം. എന്റെ ഉമ്മാനെക്കാട്ട് സ്നേഹമാണ് എന്റെ ഉമ്മാന്റെ അനിയത്തിനോട്. ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് മാത്രം ഈ 1,00,000 റുപ്യ ഞാൻ അവന്റെ കൊടുത്തത്. അത് അവനെ ഞാൻ കുറ്റം പറയില്ല. അവൻ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, തെറി വിളിച്ചിട്ടില്ല, അവൻ എന്നെ തല്ലാൻ വന്നിട്ടില്ല, വേറെല്ലാം ചെയ്തിട്ടില്ല, അവൻ എന്നെ തരില്ല എന്നും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അവന്റെ ഒരു വിത്ത് അനിയനുണ്ടല്ലോ, അവൻ ചെയ്യണ കോലങ്ങള് വായി നോക്കിട്ട് അലക്കാന്നല്ലാണ്ട് 10 പൈസക്ക് ഉപകാരമില്ലാത്ത ചെന്നോളൂ. 10 പൈസക്ക് ഉപകാരമില്ല. കിട്ടിയ പൈസ വണ്ടി എടുക്കും, ഫൈനാൻസ്, അത് ഇത് അങ്ങനെ ചാറായിട്ട് നടക്കുന്ന ജന്തുക്കളാണ്. എന്നിട്ട് എന്നെ തിന്നാൻ നടക്കണം, എന്നെ എന്റെ മക്കളെ തിന്നാൻ നടക്കണം. നാറികള് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. അവന്റെ ഉമ്മയും എന്റെ ഉമ്മയും രംഗത്ത് ഇറങ്ങട്ടെ പറഞ്ഞിട്ട് തന്നെ ഞാൻ കാത്തിരിക്കുന്നത്. രംഗത്ത് ഇറങ്ങിയിട്ട് ഷാജി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവരുടെ നാവുകൊണ്ട് പറയട്ടെ. കീറിയ തുണി ഇട്ടുകൊടുക്കാൻ അല്ലാണ്ട് ഷാജി കൊടുത്ത നൈറ്റുകൾ ഇട്ടിട്ടാണ് നടക്കുന്നത്. കൊടുത്തത് വിളിച്ച് പറയിപ്പിച്ചതാണ്, പറയാനുള്ള ഇടവരുത്തിയതാണ്. കാരണം എന്താ അറിയോ, 2 കൊല്ലമായിട്ട് ഡ്രസ്സ് ഞാൻ എന്റെ ഉമ്മാക്ക് സാരി എടുത്ത അപ്പ ഫർദ ഞാൻ അളാമാക്ക് എടുക്കും, എന്റെ ഉമ്മാക്ക് വേറെ എന്തെങ്കിലും എടുത്ത അപ്പ ഞാൻ അളാമാക്ക് എടുക്കും. 2 പക്ഷഭേദമില്ല. കാരണം 2 ഏടത്തി അനിയത്തിമാരാണ്. പക്ഷഭേദം ഇല്ലാണ്ട് ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഷാജിക്ക് കിട്ടിയ ഉപകാരമാണ്.
ഷാജിനെ നോക്കിയിട്ടില്ല, ഷാജിന്റെ മക്കളെ നോക്കിയില്ല. 10 വയസ്സിന്റെ ഉപകാരം അല്ലെ 10 വയസ്സിന്റെ മുട്ടായി എനിക്ക് എന്റെ മക്കൾക്കും തന്നിട്ടില്ല. വേറുള്ള തള്ളക്ക് പൈസ ഈ തൊഴിലുറപ്പിനും വേറുള്ള പൈസ ഒക്കെ കിട്ടുമ്പോ നേരെ ചെറിയ മകൾക്ക് രണ്ടാമത്തെ മകൾക്ക് തള്ളലാണ്. ഞാൻ ഒന്നും പറയലുമില്ല, ഒരു കാണിക്കലുമില്ല. എനിക്ക് വേണ്ട. എന്റെ കെട്ടിയവനുള്ള കാലം മുതൽക്കേ എന്നോട് ആ സാധനം മേടിക്കണ്ട, ഒരു ഉറുപ്പ്യ മേടിക്കണ്ടെന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ മേടിച്ചിട്ടില്ല. എന്റെ അടുത്തുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് തള്ളിയിട്ടുള്ളൂ. ഇപ്പൊ ഈ ഒരു മാസം ചെലവിനില്ലെങ്കിലും കൂടി ഞാൻ എന്റെ കൂട്ടുകാരികളുടെ അടുത്ത് നിന്ന് കടം മേടിച്ചിട്ട് ഞാൻ ചെലവ് നടത്താന്നല്ലാണ്ട് ഇവളുമാരുടെ ഒരാളുടെ ഒരു ഉറുപ്പ്യ ഞാൻ മേടിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണെന്ന് അറിയാലോ എന്നെ തിന്നണത്, എന്റെ മക്കളെ എന്തിനാണ് നിങ്ങൾ തിന്ന് വെള്ളം കുടിച്ച് നടക്കണത്? ഈ പടിഞ്ഞാറുക്കര ജന്മങ്ങൾക്ക് നന്ദി എന്ന് പറയുന്ന ഒരേറ്റ ജന്മങ്ങൾക്കില്ല. അത് ഞാൻ തെളിവാണ്. നന്ദി എന്ന് പറയുന്ന എന്റെ നാട്ടുകാരും എന്റെ ഇവിടുത്തെ നാട്ടുകാരല്ല, ഞാൻ ജീവിച്ചത് എവിടെയാണോ മണ്ണാർക്കാട് നാട്ടുകാരും വേറെയുള്ള നാട്ടുകാർക്ക് എന്നെ പറഞ്ഞ ജീവനാണ്, എന്റെ കാര്യങ്ങളിലും ജീവനാണ്, എന്റെ മക്കളും ജീവനാണ്. ആ നാട്ടില് പോണതും വരുന്നതും ആ സ്കൂളത്തെ സംബന്ധമായിട്ടുള്ള എത്തിങ്ങാനയിൽ മാത്രമാണ്. എത്തിങ്ങാനയിൽ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം അവിടെ ഒരു 10-72 കളവൻ 32 കൊല്ലം നിലമ്പൂര് നാട്ടിൽ ചെറിയ മദ്രസയിൽ പണിയെടുത്ത ആള് പെട്ടെന്ന് എന്തോ ഒരു സംഭവം അറിയല്ലോ, ആ പെട്ടെന്ന് അവനിക്ക് വെച്ചടി കയറ്റം കിട്ടിയപ്പോ മക്കളെ സെക്ഷലി ഇത് ചെയ്യാൻ തുടങ്ങി. വേറെ എന്റെ മക്കളിനെ അല്ല, അവിടുത്തെ ചെറിയ മക്കളിനെ. അത് ഞാൻ എടുത്തു പറഞ്ഞു. എത്തിങ്ങാനത്തെ ആ കമ്മിറ്റി അംഗം ആ പ്രിൻസിപ്പളിനെ ഒഴിവാക്കി പഴയ പ്രിൻസിപ്പളിനെ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ്? എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവരതങ്ങനെ ചെയ്യോ? എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവർ ചെയ്യോ? ഇല്ലല്ലോ. അവരുടെ പ്രിൻസിപ്പൾ നല്ല ആൾക്കാരാണ് പറഞ്ഞാൽ അവിടെ തന്നെ നിർത്തില്ലേ? എന്തുകൊണ്ട് ഒഴിവാക്കി? ആ സ്കൂളിൽ ടി സി വാങ്ങാത്ത ഞാൻ ടി സി വാങ്ങിയതിന് ശേഷം എത്ര ആൾക്കാർ എന്നെ വിളിച്ച് ഷാജി എന്താണ് ഏതാണെന്ന് ചോദിച്ചിട്ട് എത്ര ആൾക്കാർ ടി സി വാങ്ങിച്ചിരിക്കണോ? അവിടെയൊക്കെ തന്നെ ഷാജിന്റെ വിജയം. ഷാജി ഒന്നുമില്ലാണ്ടൊന്നും ആർക്കും പ്രശ്നമുണ്ട്. ഞാനായിട്ട് ഒരാളുടെ അടുത്ത് പ്രശ്നത്തിനുമില്ല. പക്ഷേ ഷാജിന്റെ അടുത്ത് പ്രശ്നത്തിന് ഇങ്ങോട്ട് വന്നാ ഷാജി വിട്ടുകൊടുക്കൂല. അങ്ങനെ അതെന്റെ ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഞാൻ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ ഒലിപ്പിച്ച് നിന്നിട്ടോ പണം കണ്ട് നിന്നിട്ടോ അങ്ങനത്തെ സ്വഭാവം എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അത്ര തന്നെ. അപ്പൊ അത്രയൊക്കെ പറയാള്ളൂ. രംഗത്ത് വരുന്ന ആൾക്കാരൊക്കെ രംഗത്ത് വരിക, പറയാനുള്ളതൊക്കെ പറയാ. പക്ഷെ എന്റെ ലക്ഷ്യങ്ങൾ ഇവിടെ വച്ചിട്ട് കണക്ക് പറയാ. എന്റെ ലക്ഷ്യങ്ങൾ ഇവിടെ ചെലവാക്കിയതും എന്റെ മക്കൾക്ക് ഇടുന്ന അക്കൗണ്ടിലിട്ട പൈസ തന്നതിന്റെ കണക്ക് ഇവിടെ തന്നതിന്റെ ശേഷം ന്യായം പറയാ. ഇല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ന്യായങ്ങളും ലക്ഷ്യങ്ങളും ഇവിടെ വെച്ചിട്ട് തൊള്ള തുറക്കുക. ആരായാലും ഉമ്മയായാലും അനിയത്തി ആയാലും അനിയത്തിന്റെ മക്കളെ എളാമാന്റെ മക്കളായാലും എന്റെ വാങ്ങിയ ലക്ഷ്യങ്ങൾ ഇവിടെ വെക്കുക, എന്നിട്ട് ന്യായം പറയും.